ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 3 ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടു സീഡ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മതി കേട്ടോ. വെറും 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കിട്ടു സീഡ്സ് ഉണ്ടാക്കാം. കുട്ടികളൊക്കെ കയ്യിലെടുക്കാൻ പറ്റിയൊരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ്. 3/4 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ആദ്യം ഇത് കട്ടയൊന്നും കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളൊരു ചെറിയ അളവിലാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത്. അതുകൊണ്ടാണ് 3/4 കപ്പ് പാലൊക്കെ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള പാലും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഡബിൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ പാലും കോൺഫ്ലോറും മിക്സ് ചെയ്തത് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സീഡ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല പോലെ തിക്കായിട്ട് ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിയെടുത്താൽ മതി. കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാവും. അപ്പോൾ ഇതിവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെറിയൊരളവാണ് ഉണ്ടാക്കുന്നതെന്ന്. കുറേ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഡബിളായിട്ട് ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ബോൾസിൻ്റെ ഷേപ്പിലാക്കി ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കയ്യിൽ നെയ്യോ ഓയിലോ തടവണം, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കണ്ടോ, നമ്മുടെ ഒരു ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. മഞ്ഞ് പോലെ സോഫ്റ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയും ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ഷുഗർ സ്പ്രിങ്കിൾസ് ആണ് എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറിലൊന്ന് കോട്ട് ചെയ്താലും മതി. ഇനിയിപ്പോൾ കോട്ട് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഇതുപോലെ ഷുഗർ സ്പ്രിങ്കിൾസ് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വെറും 3 ചേരുവകൾ കൊണ്ട് 3 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സീഡ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സീഡ്സ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്